159 മണിക്കൂർ ഓവർ ടൈം ജോബ് ചെയ്തത് കാരണം 2013 മരണപ്പെട്ട ഒരു ജേർണലിസ്റ്റാണ് മിവ സേഡോ. ഇതുപോലെ ലോകത്ത് പലയിടങ്ങളിലും അമിതമായ ജോലിയും അതുമായി ബന്ധപ്പെട്ട തിരക്കുകളും കാരണം മരണപ്പെടുന്നതും ആത്മഹത്യ ചെയ്യുന്നതുമായ ഒരുപാട് ആളുകളുണ്ട്. ഇതിനെ ജാപ്പനീസ് ഭാഷയിൽ കരോഷി എന്നാണ് പറയുന്നത്. റിട്ടയർമെന്റിന് ശേഷം സമാധാനമായി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള പണം സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആളുകൾ മിക്കവാറും ഓവർ ടൈം ജോലി ചെയ്യുന്നത്. അതായത് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം പണക്കാരാവുക എന്നതാണ്. വാരൻ ബഫറ്റിന്റെ പാർട്ണറായ ചാർലി മങ്കർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്, ഞാൻ സ്വതന്ത്രനാവാൻ ആഗ്രഹിക്കുന്നു, അല്ലാതെ പണക്കാരനാകാൻ അല്ല എന്നത്. ജീവിതത്തിൽ ഒരാളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന മികച്ച ഒന്നാണ് വായന. വായിക്കുന്നതിലൂടെ അറിവ് നേടാം എന്നാണല്ലോ. പക്ഷേ ഇന്ന് വായിക്കാൻ സമയം തീരെ ഇല്ലാത്തത് കാരണം മലയാളത്തിലെയും മറ്റ് ഭാഷകളിലെയും മികച്ച പുസ്തകങ്ങളെപ്പറ്റി ഒന്നും തന്നെ അറിയാതെ പോകുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളതാണ് കുക്കു എഫ്. ജീവിതത്തിൽ മികച്ച സമ്പാദ്യശീലം എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു തരുന്ന ഒരു പുസ്തകമാണ് നെപ്പോളിയൻ ഹിൽ രചിച്ച തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. 20 വർഷത്തിനിടയിൽ സക്സസ്ഫുള്ളായ 500-ൽ പരം ആളുകളുടെ രീതികൾ പഠിച്ച ശേഷമാണ് അദ്ദേഹം ഈ പുസ്തകം രചിച്ചത്. 2 ലക്ഷത്തിൽ പരം ലിസണേഴ്സ് ഉള്ള ഈ പുസ്തകം നിങ്ങൾക്കും കുക്കു എഫിലൂടെ എക്സ്ക്ലൂസീവായി കേൾക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ മികച്ച സമ്പാദ്യശീലങ്ങൾ കൊണ്ടുവരുന്നതിന് ഈ പുസ്തകം നിങ്ങളെ തീർച്ചയായും സഹായിക്കും. മലയാളത്തിലെ മികച്ച എഴുത്തുകാരായ ബഷീർ, MT വാസുദേവൻ നായർ, മാധവിക്കുട്ടി, OV വിജയൻ, ബെന്യാമിൻ തുടങ്ങിയവരുടെ ഏറ്റവും മികച്ച കൃതികളും നിങ്ങൾക്ക് കുക്കു എഫിലൂടെ ആസ്വദിക്കാവുന്നതാണ്. 7 ഡേ ഫ്രീ ട്രയൽ മലയാളത്തിലെ ബെസ്റ്റ് സെല്ലേഴ്സ് ബുക്ക് ഫ്രീ ആയി കുക്കു എഫിലൂടെ ആസ്വദിക്കൂ. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ബെസ്റ്റ് ഓഡിയോ ലേണിംഗ് എക്സ്പീരിയൻസിനായി നിങ്ങൾക്ക് കുക്കു എഫ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ അതേ ആശയത്തെ അടിസ്ഥാനമാക്കി ഒരു വലിയ പുസ്തകം തന്നെ രചിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളോട് എല്ലാവരും പറയുന്ന കാര്യമാണ് ആരോഗ്യമുള്ള കാലത്ത് സമ്പാദിച്ചു വെക്കണം, എന്നാലേ നമുക്ക് പിന്നീട് ആപത്ത് വരുമ്പോൾ ഉപയോഗിക്കാൻ സാധിക്കൂ എന്നത്. എന്നാൽ ഈ പുസ്തകം നേരെ തിരിച്ചാണ് പറയുന്നത്. അതായത് പണം സ്വരൂപിച്ച് വയ്ക്കരുത് എന്നതാണ് ഈ പുസ്തകം നൽകുന്ന ഗുണപാഠം. നമുക്കിതുമായി ബന്ധപ്പെട്ട ഒരു പഠനത്തെ പറ്റി പറയാം. 1000-ൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ച് നടത്തിയ ഒരു ഗവേഷണത്തിൽ അവരോട് അവരുടെ സന്തോഷത്തെ 1 to 5 വരെയുള്ള അളവിൽ എവിടെയെങ്കിലും മാർക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഇതിൽ 1 എന്നത് പരിതാപകരമായ അവസ്ഥയും 5 എന്നത് വളരെയധികം സന്തോഷമായ എന്ന അവസ്ഥയുമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ പഠനത്തിൽ ആളുകളുടെ ആവറേജ് ഹാപ്പിനെസ് റേറ്റിംഗ് 2.6-നും 2.8-നും ഇടയിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത് വളരെയധികം ഷോക്കിംഗ് ആയ ഒരു കണ്ടുപിടുത്തമായിരുന്നു. പഠനത്തിലൂടെ കണ്ടുപിടിച്ച മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്തെന്നാൽ ഹാപ്പിനെസ് റേറ്റിംഗ് ആവറേജിനേക്കാളും കുറഞ്ഞിരുന്ന ആളുകൾ ഒന്നുകിൽ മാസം $1500 കുറവാണ് സമ്പാദിച്ചിരുന്നത്, അല്ലെങ്കിൽ $6000 മുകളിൽ. കാശില്ലാത്തവരുടെ ദുഃഖം അതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ നല്ല വരുമാനമുള്ളവർ പോലും സന്തോഷത്തിലായിരുന്നില്ല. അവർക്ക് കിട്ടുന്ന വരുമാനം നല്ല രീതിയിൽ ചെലവഴിക്കാനുള്ള സമയം പോലും അവർക്ക് ലഭിക്കാതിരുന്നതാണ് അതിനുള്ള കാരണമായി കണ്ടെത്തിയത്. എന്നാൽ ഈ 2 പോയിന്റ്സിനും ഇടയിലായി എല്ലാവർക്കും പരമാവധി സന്തോഷത്തോടെയും സമാധാനത്തോടെയും സമീപിക്കാൻ തരത്തിലുള്ള സ്വീറ്റ് സ്പോട്ടായ മീഡിയം ഇൻകമും അടങ്ങിയിട്ടുണ്ട്. ഏത് വരുമാനം സന്തോഷത്തോടെ ജീവിക്കുന്നതിനായി 5 മാർഗങ്ങൾ ഡൈ വിത്ത് സീറോ എന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. നമ്പർ 1, ഇൻവെസ്റ്റ് ഇൻ എക്സ്പീരിയൻസ്. പല പ്രായത്തിലുള്ള ആളുകളോട് നിങ്ങൾ ജീവിതത്തിൽ എന്തിനെക്കുറിച്ച് ആലോചിച്ചാണ് കൂടുതലും പശ്ചാത്തപിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കൗമാരക്കാർ പലരും അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങളാണ് നൽകിയതെങ്കിൽ മുതിർന്നവർ പലരും അവരുടെ കുടുംബവുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിച്ചില്ല എന്നതാണ് അവരുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുകയുണ്ടായി. അതുപോലെ തന്നെ മരണക്കിടക്കയിലായിരുന്ന ആളുകൾക്ക് ജീവിതം മുഴുവൻ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നതും ഇത്രയേറെ ജോലി ചെയ്യേണ്ട കാര്യം ഇല്ലായിരുന്നു എന്നതും ഒക്കെയായിരുന്നു റിഗ്രറ്റ്സ്. അതായത് ഭൂരിഭാഗം ആളുകളും മെമ്മറി ഡിവിഡൻഡിൽ വെക്കാൻ പാകത്തിനുള്ള ഓർമ്മകൾ ഒന്നും തന്നെ സ്വരൂപിക്കുന്നുണ്ടായിരിക്കില്ല. നല്ല രീതിയിൽ പണം ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ഉണ്ടാകുന്ന സന്തോഷത്തെ മെമ്മറി ഡിവിഡൻഡ് എന്ന് പറയാവുന്നതാണ്. ഇന്ത്യയിൽ കൂടുതലും നടക്കുന്ന കാശ് ചെലവാക്കിയുള്ള ആഘോഷങ്ങൾക്ക് ഉദാഹരണമാണ് വിവാഹം. അംബാനി കുടുംബത്തിലെ വിവാഹം ഇതിനൊരു ഉദാഹരണമാണ്. ആ വിവാഹത്തിനായി ചിലവാക്കിയ കാശിന്റെ പേരിൽ കുറെ കാലത്തേക്ക് വന്ന അതിഥികളുടെയും മറ്റും മനസ്സിൽ ഈ വിവാഹത്തെപ്പറ്റിയുള്ള ഓർമ്മകൾ തിങ്ങി നിൽക്കുന്നുണ്ടാകും. വളരെയധികം ലക്ഷറി നിറഞ്ഞ വിവാഹം നടത്തുന്നതിന്റെ ഭാഗമായി കടം വാങ്ങി ചിലവാക്കണമെന്നല്ല ഉദ്ദേശിച്ചത്. ചെറിയ ചെറിയ തുകകളാണെങ്കിൽ പോലും അവ ഉപയോഗിച്ച് ടൂർ പോകുന്നതും ഇതിനൊരു ഉദാഹരണമാണ്. നമ്പർ 2, ഡു നോട്ട് വെയിറ്റ് ഫോർ ഓൾഡ് ഏജ്. സ്റ്റീഫൻ സ്റ്റേൺ എന്ന വ്യക്തി വയസ്സായതോടെ ഒരുപാട് വെയിറ്റ് ഗെയിൻ ചെയ്തു. യൗവനകാലത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ കൃത്യമായ വ്യായാമം ചെയ്ത അദ്ദേഹം തടി കുറയ്ക്കുകയുണ്ടായി. എന്നാൽ കുറെ കാലത്തിന് ശേഷം അദ്ദേഹം വ്യായാമം ചെയ്യുന്നത് നിർത്തുകയും പിന്നീട് അത് തുടരാൻ സാധിക്കാതെ വരികയും ചെയ്തു. വയസ്സായപ്പോഴേക്കും അദ്ദേഹത്തിന് ശരീരത്തിലെ പല ഭാഗങ്ങളിലുമുള്ള ബുദ്ധിമുട്ട് കാരണം ഇൻറ്റൻസ് ട്രെയിനിങ് ചെയ്യാൻ സാധിക്കാതെ വന്നു. എന്നാലും അദ്ദേഹം പ്രതീക്ഷ കൈവിടിയാതെ ചെറിയ തോതിൽ വ്യായാമം ചെയ്ത് അവസാനം തടി കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കാൽമുട്ടിലെ വേദന കുറയുകയും ചെയ്തു.
അദ്ദേഹത്തിന് ഇപ്പോൾ 30 വയസ്സുള്ള ഒരു യുവാവിന് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് പോലും നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ സംഭവിച്ചത് വളരെ നല്ലൊരു കാര്യമാണ്. എന്നിരുന്നാൽ ഇദ്ദേഹം ഇത് ചെറുപ്പകാലത്ത് തന്നെ നിർത്തിവെക്കാതെ തുടർന്നിരുന്നെങ്കിൽ വയസ്സായപ്പോഴേക്കും അദ്ദേഹത്തിന് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ട് എന്ത് കാര്യമായാലും ചെയ്യുന്നതിനെ വയസ്സാവുന്നതുവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. നമ്പർ 3, യു ഷുഡ് സ്പെൻഡ് മോർ ഇൻ യുവർ 20s പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുകയും പഠിക്കുകയും വേണം. 30s നമുക്ക് ഏത് മേഖലയിലാണ് താല്പര്യമുള്ളതെന്ന് കണ്ടെത്തുകയും വേണം. 40s നമ്മൾ പഠിച്ച മേഖലയുമായി ബന്ധപ്പെടുത്തിയുള്ള ജോലി ചെയ്ത് ഒരുപാട് പണം സമ്പാദിക്കുകയും വേണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ 50s 60s യാതൊരു ടെൻഷനും ഇല്ലാതെ സന്തോഷത്തോടു കൂടി ജീവിതം ആസ്വദിക്കാവുന്നതാണ്. അതായത് സന്തോഷമുള്ള ഭാവിക്കായി യൗവനത്തിൽ പണം സമ്പാദിക്കുകയല്ല, പകരം നേടാവുന്ന അത്രയും അറിവ് നേടുക എന്നതാണ് പ്രധാനം. നമ്പർ 4, ഷിഫ്റ്റിംഗ് മൈൻഡ് സെറ്റ് അബൌട്ട് റിച്ചസ്. ആരെങ്കിലും നിങ്ങളോട് നിങ്ങളൊരു പണക്കാരനാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന ഉത്തരം ഞാൻ പണക്കാരനല്ല എന്നതായിരിക്കും. വളരെ പ്രശസ്തനായ സംഗീതജ്ഞൻ ബോബ് മാർലിയോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, എൻ്റെ കയ്യിലുള്ള പണമല്ല എന്നെ ധനികനാക്കുന്നത്, എൻ്റെ ജീവിതമാണ് എന്നെ ധനികനാക്കുന്നത് എന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നാൽ ധനം എന്നത് പണം മാത്രമല്ല, ജീവിതത്തിൽ നമ്മൾ നേടുന്ന സന്തോഷം നിറഞ്ഞ ഓർമ്മകളും ഒരു തരത്തിൽ ധനം തന്നെയാണ്. എക്കാലവും നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിൽ സമാധാനമുണ്ടാക്കുന്ന ഇവയും സമ്പാദ്യങ്ങളാണ്. ഇനി അവസാനമായി വരുന്നതാണ് ഹൗ ടു ബാലൻസിങ് സേവിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ്. നമുക്കിതിൽ എന്ത് ചെയ്യണം എന്നറിയില്ലായിരിക്കും. എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നിങ്ങനെയുള്ളവയെ പറ്റി യാതൊരു തരത്തിലുള്ള ഐഡിയയും ഇല്ലാതെയായിരിക്കും ആളുകൾ ഈ കാര്യത്തെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത്. എന്നാൽ തുടക്കത്തിൽ എല്ലാവരും പിന്തുടരുന്ന ഒരു നിയമമാണ് 50-30-20 ബഡ്ജറ്ററി റൂൾ. ഇതിൽ 50% നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളെ സൂചിപ്പിക്കുന്നു, 30% നമ്മുടെ ആഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്നു, ബാക്കി 20% സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിനെ സൂചിപ്പിക്കുന്നത്. തുടക്കത്തിൽ നിങ്ങൾക്കും ഇതേ രീതി പിന്തുടരാവുന്നതാണ്. ശരിക്കുമുള്ള ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരം അതെ അല്ലെങ്കിൽ ഇല്ല എന്ന ഒറ്റ ഉത്തരത്തിൽ നൽകാൻ സാധിക്കുന്ന ഒന്നല്ല. നിങ്ങൾക്ക് സ്വന്തം ചിന്താശേഷി കൂടി ഉപയോഗിക്കേണ്ടതായി വരും. ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിനായി നിങ്ങൾ എന്ന് ഈ വീഡിയോയിലൂടെ കിട്ടിയ അറിവ് ഉപയോഗിക്കും എന്ന് വിശ്വസിക്കുന്നു.